സ്വാതി ഹിയർ, വെൽക്കം ബാക്ക്. എല്ലാ ഇൻഡിവിജ്വലും അവരവരുടെ രീതിയിൽ യുണീക്കാണ്. ഫാമിലി, വർക്ക്, ഡ്രീംസ്, പാഷൻ, റിലേഷൻഷിപ്പ്, അത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇതെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടി ടാസ്ക്കേഴ്സ് ആണെന്ന് പറയാം. ചില ആളുകളൊക്കെ പറയും നമ്മൾ രണ്ട് സൈഡും മാനേജ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അതേ, അത് നമ്മുടെ സ്കില്ലായിട്ട് കാണണം. വി ആർ മൾട്ടി ടാസ്ക്കേഴ്സ്. ഞാൻ എന്തിനാണ് ഇതിവിടെ പറഞ്ഞെന്നറിയോ? ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചുള്ള ഒരു സ്ഥലത്താണ് ഞാനിന്ന് നിൽക്കുന്നത്. യെസ്, സാൽഫോർഡ് ക്വയസിൽ. ക്രിയേറ്റിവിറ്റി, ടെക്നോളജി, ലൈഫ് സ്റ്റൈൽസ്, ആർട്ട് ഗാലറീസ്, മ്യൂസിയംസ്, ലെഷർ ആക്ടിവിറ്റീസ്, മീഡിയ സിറ്റി, റെസ്റ്റോറൻറ്റ്സ്, വാട്ടർ ഫ്രണ്ട് റൈഡ്സ്, ഇതെല്ലാമുള്ള സാൽഫോർഡ് ക്വയസിലാണ്. സോ കം along with me, let's explore സാൽഫോർഡ് ക്വയസ്. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും പോളിഷ്ഡ് ആയിട്ടുള്ള ബിൽഡിങ്സും അറ്റ്മോസ്ഫിയറൊക്കെ വരുന്നതിന് മുന്നേ ഉള്ള ഒരു സാൽഫോർഡ് ക്വയസിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. അത് പറയുന്നതിന് മുന്നേ ഞാൻ മീഡിയ സിറ്റിനെ കുറിച്ച് പറയാം. 2013 ഈ കാണുന്ന ITVയുടെ ബ്രാഞ്ച് മീഡിയ സിറ്റിയിൽ ഈ സാൽഫോർഡ് ക്വയസിൽ ഓപ്പൺ ചെയ്തത്. ഐക്കോണിക് ബ്രിട്ടീഷ് സീരീസ് ആയിട്ടുള്ള കൊറോണേഷൻ സ്ട്രീറ്റ് ഇവിടെയാണ്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള കോഴി ഫിലിം ചെയ്തിരിക്കുന്നതും ഇവിടെയാണ്. ശരിക്കും ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഷോസ് കൊണ്ടും വെബ് സീരീസ് കൊണ്ടൊക്കെ ITV UK ഭയങ്കര ഫേമസ് ആണ്. ഈ ITV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീഡിയ ചാനൽ ഉള്ളതുകൊണ്ട് മാത്രമല്ല സാൽഫോർഡ് ക്വയസിനെ ഒരു മീഡിയ സിറ്റി ആയിട്ട് പറയുന്നത്. വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് TV ചാനൽസും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ പറയേണ്ടതും പറയാൻ മറക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു ചാനലാണ് BBC എന്ന് പറയുന്നത്. BBCയുടെ ഒരു ബ്രാഞ്ച് ഇവിടെ ഉണ്ട്. വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള TV, റേഡിയോ, അതുപോലെ BBC ബ്രേക്ക്ഫാസ്റ്റ് ഷോ, ബ്ലൂ പീറ്റർ ഷോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് സാൽഫോർഡിലെ ഈ BBCൻ്റെ ബ്രാഞ്ചിൽ വെച്ചിട്ടാണെന്ന് പറയുന്നത്. നമുക്ക് ഈ BBCയുടെ ബ്രാഞ്ചിൻ്റെ അകത്ത് ഒരു വാക്കിംഗ് ഗൈഡഡ് ടൂർ അവൈലബിൾ ആണ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇന്ന് അതിനുള്ള അവസരം ഉണ്ടായില്ല. അങ്ങനെ ഒരു അവസരം കിട്ടുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് കേട്ടത്. നമുക്ക് വെതർ ഫോർകാസ്റ്റ് ചെയ്യുന്ന ആ ഷോയൊക്കെ നമുക്ക് റീഡ് ചെയ്യാൻ അവർ അവസരം തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മോസ്റ്റ് ഫാസിനേറ്റിംഗ് ഇമോഷണൽ പ്ലേസ് ഏതാണ് ഈ സാൽഫോർഡ് ക്വയസിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ വാർ മ്യൂസിയം ആണെന്നുള്ളത്. വേൾഡ് ഫേമസ് ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഡാനിയൽ ലിപ്സ്ലാൻഡ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഷാറ്റർഡ് ഗ്ലോബിൻ്റെ ഷേപ്പിലാണ് ഈ മ്യൂസിയം ഉള്ളത്. ഹൗ വർക്ക് ക്യാൻ ലിറ്ററലി ടിയർ ദ വേൾഡ് എന്നുള്ളത് ഈ ഷേപ്പിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു ടിപ്പിക്കൽ മ്യൂസിയത്തിൽ കാണുന്ന ഒരു സ്റ്റൈൽ ഓഫ് ഡിസ്പ്ലേ അല്ല, കുറച്ചും കൂടി പവർഫുൾ ആണ് ഇവിടുത്തെ ഓരോ ഡിസ്പ്ലേയും. ഓരോന്നിനും അതിൻ്റെതായ പേഴ്സണൽ സ്റ്റോറീസ് പറയാനും കാണാനും അറിയാനും ഉണ്ട്. ഇതിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത് ഒരു ഹാരിയർ ജംജെറ്റ് ആണ്. ഹാരിയർ ജംജെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് ഡിസൈൻഡ് എയർക്രാഫ്റ്റ് ആണ്. ജംജെറ്റ് എന്നുള്ളത് ഈ ഹാരിയർ ജംജെറ്റിൻ്റെ ഒരു നിക് നെയിമാണ്. ബിക്കോസ് ഇതിന് വെർട്ടിക്കലി ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനുള്ള സ്കില്ലും പവർഫുള്ളോടും കൂടിയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ്. 1960 ഇവരത് ബിൽഡ് ചെയ്തെടുക്കുന്നത്. 1967 ഇത് ഫസ്റ്റ് ഫ്ലൈ ചെയ്തു. UK അർജൻറ്റീന വാറിനാണ് ഇത് ഫസ്റ്റ് യൂസ് ചെയ്തത്. 1969 ഒഫീഷ്യലി ഇതൊരു എയർക്രാഫ്റ്റായിട്ട് ബ്രിട്ടീഷ് എയർക്രാഫ്റ്റിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, സെക്കൻഡ് വേൾഡ് വാറിന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഹാരിയർ ജംജെറ്റ് ഇവർ ബിൽഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതെങ്കിലും നമ്മളിപ്പോൾ 2025 എത്ര ഇയേഴ്സ് ബാക്കാണ് ഇത്രയും സ്കിൽഡും പവർഫുള്ളും ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ഇവർ ഡിസൈൻ ചെയ്തതെന്നുള്ളത് ആലോചിച്ച് നോക്കൂ. എല്ലാവരും ഇതിനെ ഒരു വാറിന് യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് ആയിട്ടോ കാണുന്ന സമയത്ത് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ബ്രിട്ടീഷ് ഇന്നോവേഷൻ അതല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് എക്സലൻസ് ആണ് ഇതിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. ഇവരുടെ എയർക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എത്രത്തോളം സ്കിൽഡും പവർഫുള്ളും ആണ് എന്നുള്ളത് ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ അടുത്തറിയുമ്പോഴാണ് നമുക്കത് ശരിക്കും മനസ്സിലാവുക. ഈ മ്യൂസിയത്തിലൂടെ കുറച്ച് ദൂരം അങ്ങ് നടക്കുന്ന സമയത്ത് നമുക്ക് സ്യൂട്ട് കേസ് കൊണ്ടുള്ള ഒരു ആർച്ച് വേ കാണാൻ പറ്റും. യുദ്ധം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഫാമിലീസും അവിടെ ഉണ്ടായിരുന്ന കുറേ കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്ന കുറേ ആൾക്കാർ നിർബന്ധിതമായും അവിടെ നിന്ന് താമസം മാറുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ചിലവരത് സക്സസ് ആയി, ചിലവർക്കത് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിന് മുന്നേ അവർ കൊല്ലപ്പെട്ടു. അപ്പോൾ അങ്ങനെ നിർബന്ധിതമായ ഫാമിലി അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതിനെ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്യൂട്ട് കേസ് കൊണ്ടുള്ള ഒരു ആർച്ച് വേ ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ആർച്ച് വേ ക്രോസ് ചെയ്ത് ഈ മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കിടക്കുന്നതോടുകൂടി പിന്നെ ഒരുപാട് വാർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്ലേസും സ്റ്റോറീസും നമുക്കിവിടെ മുതൽ അങ്ങോട്ട് കാണാൻ പറ്റുകയാണ്. ശരിക്കും ഇങ്ങനെ ഒരു ആർച്ച് വേ ക്രിയേറ്റ് ചെയ്തപ്പോണ്ടല്ലോ എനിക്കിത് ഭയങ്കര ഒരു ആർച്ച് വേൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇമോഷണൽ ഫീലിംഗാണ് തോന്നിയത്. കാരണം നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് ഒരു യുദ്ധം കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി താമസിക്കേണ്ടി വരിക എന്ന് പറയണത് ഇറ്റ്സ് ടു പെയിൻഫുൾ അല്ലേ. പക്ഷേ അതങ്ങനെ ആർച്ച് വേ ആയിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റിയവരുടെ ക്രിയേറ്റിവിറ്റി അടിപൊളിയല്ലേ.
ഈ മ്യൂസിയത്തിൽ മൊബിലൈസേഷൻ ഓഫ് വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. മൊബിലൈസേഷൻ ഓഫ് വാർ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരു രാജ്യത്തിനെ മൊത്തം റെഡിയാക്കിക്കൊണ്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് മൊബിലൈസേഷൻ ഓഫ് വാർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇത്രയും കാലത്തെ സമാധാന ജീവിതം അവസാനിച്ചു, ഇനി നമ്മൾ യുദ്ധത്തിന് ഫേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ബ്രിട്ടനിൽ കണ്ടുവന്നിരുന്നത് 2 തരത്തിലുള്ള പോസ്റ്റേഴ്സാണ്. യുവർ കൺട്രി നീഡ്സ് യു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വുമൻസ് ഓഫ് ബ്രിട്ടൻ കം ടു ദ ഫാക്ടറീസ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ക്ഷണിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മൾ കൂടുതൽ ഗൺസ് ഉണ്ടാക്കാൻ പോവാണ്, മെഷീൻസ് ഉണ്ടാക്കാൻ പോവാണ്, കൂടുതൽ എക്യുപ്മെൻറ്റ്സ് നമുക്ക് വേണം, നമ്മുടെ രാജ്യം യുദ്ധത്തിന് ഫേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവനവനാൽ കഴിയുന്ന സഹായം എല്ലാവരും രാജ്യത്തിന് വേണ്ടി ചെയ്യണം, കോൺട്രിബ്യൂഷൻ എല്ലാവരുടെ ഭാഗത്തുനിന്നും വേണം. അങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റേഴ്സായിരുന്നു ആ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ബ്രിട്ടനിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു രാജ്യം മൊത്തം ഒരു യുദ്ധം എന്ന് പറഞ്ഞ ഒരു മോശം അവസ്ഥയെ എങ്ങനെ ഫേസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് മൊബിലൈസേഷൻ ഓഫ് വാർ എന്ന് പറഞ്ഞ തീമിലൂടെ നമുക്ക് അവിടെ നിന്ന് വായിച്ചറിയാൻ വേണ്ടി പറ്റുക. നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചോന്നറിയില്ല, ഒരു റെഡ് കളറിലുള്ളൊരു ടാങ്ക് കണ്ടോ? ഇത് ഭയങ്കര ഐ ക്യാച്ചിങ് ആണത്. ഞാനത് കണ്ട സമയത്ത് ആദ്യം ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഒരു യുദ്ധത്തിന് ഇവർ ഒരു റെഡ് കളറിൽ ഇത്രയും ബ്രൈറ്റ് കളറിലൊരു ടാങ്ക് യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് T-55 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോവിയറ്റ് ടാങ്കാണ്. 1990s ബോസ്നിയൻ വാറിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഒരു ടാങ്കാണ്. സത്യത്തിൽ അതിൻ്റെ കളർ റെഡ് ആയിരുന്നില്ല. ഈ മ്യൂസിയത്തിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് റെഡ് കളർ ആക്കിയത്. അപ്പോൾ റെഡ് കളർ കൊടുത്ത ആർട്ടിസ്റ്റ് അവിടെ എഴുതി വെച്ചത് എന്താണെന്ന് വെച്ചാൽ, റെഡ് കളർ എന്ന് പറയുന്നത് കൺഫ്യൂഷനും കോൺഫ്ലിക്റ്റും വയലൻസും വാറും മാത്രമല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഒരു ഹോപ്പ് ഓഫ് റിന്യൂവൽ കൂടിയാണ്. ഹൗ വാർ അഫക്റ്റ് പീപ്പിൾ ആൻഡ് സൊസൈറ്റി എന്നുള്ളതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പുള്ളി ഒരു റെഡ് കളർ ഈ ടാങ്കിന് കൊടുത്തതെന്നും, ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മാത്രമല്ല വരും തലമുറയെ കൂടി വളരെ മോശമായ രീതിയിൽ വളരെ ട്രോമാറ്റിക്കായിട്ട് ബാധിക്കാൻ പോകുന്ന കാര്യമാണ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരു തീം എന്നുള്ള രീതിയിലാണ് പുള്ളി അതിന് റെഡ് കളർ കൊടുത്തിട്ടുള്ളതെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 360 ഡിഗ്രി ബിഗ് പിക്ചർ ഷോ. 36 സ്പീക്കേഴ്സും 7 മാസീവ് പ്രൊജക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഷോ ഇവിടെ റൺ ചെയ്യുന്നത്. 5 to 10 ഡ്യൂറേഷനാണ് ഈ ഷോയ്ക്കുള്ളത്. എവറി അവർ കൂടുമ്പോൾ ഈ മ്യൂസിയത്തിൽ ഈ ഷോ കാണിക്കുന്നുണ്ട്. ഈ ഷോയിൽ കാണിക്കുന്ന എല്ലാ ഫുട്ടേജസും റിയൽ വോയിസ് ആണ്. അതുപോലെ യുദ്ധകാലങ്ങളിൽ ഉണ്ടായിരുന്ന ചില ലെറ്റേഴ്സൊക്കെ, പരസ്പരം അയച്ചിരുന്ന ലെറ്റേഴ്സൊക്കെ നമുക്ക് ഈ വീഡിയോസിൽ നമുക്ക് കാണാൻ പറ്റും. എന്നെ വളരെ ഇമോഷണലി ഹോണ്ട് ചെയ്തിട്ടുള്ള ഒരു സീനെന്ന് പറയുന്നത്, പണ്ട് കാലങ്ങളിൽ യുദ്ധം നടക്കുന്ന സമയത്ത് പാരൻസ് കുട്ടികളെ സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് നാട് കടത്തുമായിരുന്നു. അപ്പോൾ അങ്ങനെ 2 കുട്ടികൾ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് പാരൻസിനോട് ഗുഡ് ബൈ പറയുന്ന ഒരു സീനാണ്. അപ്പോൾ അതിൽ ചെറിയ കുട്ടി സിസ്റ്ററിൻ്റെ കൈയും പിടിച്ച് നിന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾ ഇനി എന്നാ പാരൻസിനെ കാണുക എന്നുള്ളത്. കാരണം അവർക്ക് അറിയില്ല ഇനി എന്നാണ് മീറ്റ് ചെയ്യുക. കാരണം യുദ്ധമാണ്, ഇത് എത്ര കാലം നീണ്ടു നിൽക്കുന്ന അറിയില്ല, യുദ്ധം കഴിയുമ്പോൾ ആരൊക്കെ ജീവനോടെ ഉണ്ടാവും എന്നറിയില്ല, ഇനി നേരിട്ട് കാണുമോ എന്നുള്ളത് അറിയില്ല. അത് ഭയങ്കര ഇമോഷണലി എന്നെ ഹോണ്ട് ചെയ്തൊരു സംഭവമാണ്. കാരണം ഞാൻ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഇനി പറയുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. ചൈൽഡ്ഹുഡ് ഭയങ്കര ബ്ലെസ്ഡ് ആയിരിക്കണം. നമുക്കൊരു കുട്ടിക്ക് ഇമോഷണലി ഫിസിക്കലി മെൻ്റലി സേഫ് ആക്കിയിട്ടും സ്ട്രോങ് ആക്കിയിട്ടും നമുക്ക് ആ കുട്ടീനെ വളർത്തിക്കൊണ്ടുവരാൻ ഈ സൊസൈറ്റിയിൽ പറ്റണം. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഈ സൊസൈറ്റിയിലുള്ള എല്ലാവരും ആ കാര്യത്തിൽ പരാജിതരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെ ഒരു കുട്ടിയെ വളരെ സേഫാക്കി ഇമോഷണലി ഫിസിക്കലി മെൻ്റലി വളർത്തിക്കൊണ്ട് വരുന്ന സമയത്താണ് നമ്മൾ പറയേണ്ടത് ചൈൽഡ്ഹുഡ് ഭയങ്കര ബ്ലെസ്ഡ് ആണ് എന്നുള്ളത്. ചൈൽഡ്ഹുഡ് ബ്ലെസ്ഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അഡൾട്ട്ഹുഡും ബ്ലെസ്ഡ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നാടും വീടും ലോകവും ഒക്കെ നന്നാവും, അല്ലെങ്കിൽ നന്നാവട്ടെ. ഞാൻ ഇമോഷണലി പറഞ്ഞതല്ല, എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് വീഡിയോയ്ക്ക് തിരിച്ചു വരാം. ആസ് എ വുമൺ എന്ന രീതിയിൽ എന്നെ വളരെ പ്രൗഡാക്കിയിട്ടുള്ള ഒരു സീൻ എന്ന് പറയുന്നത്, എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ വീഡിയോയിൽ കാണാൻ പറ്റുമായിരുന്നു. പല സ്ത്രീകളും ബാറ്റിൽ ഫീൽഡിൽ സോൾജേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, നേഴ്സസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, എയർക്രാഫ്റ്റ് മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു, എയർക്രാഫ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആസ് എ വുമൺ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയൊരു കാര്യമാണ്. കാരണം നമ്മളാൽ കഴിയുന്ന സഹായം, നമ്മളാൽ കഴിയുന്ന കോൺട്രിബ്യൂഷൻ ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ഇതൊക്കെയാണ് റിയൽ ഇക്വാലിറ്റി. മാഞ്ചസ്റ്റർ ഷിപ്പ് കനാലിൻ്റെ പാർട്ടായിട്ടാണ് ഈ ഡോക്ക് ഇവിടെ ഓപ്പൺ ആവുന്നത് 1894. 20th സെഞ്ച്വറിയിൽ ഈ സ്ഥലമായിരുന്നു ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടിങ്ങിന് ഫേമസ് ആയിരുന്നത്. മെയിനായിട്ട് ഗ്രെയിൻസും കോട്ടനും ഒക്കെയാണ് അന്നത്തെ കാലത്ത് എക്സ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഏർലി 80s ടെക്നോളജീസിൽ വന്ന വലിയ മാറ്റങ്ങൾ കാരണം വലിയ ഷിപ്പുകൾക്ക് ഇവിടെ ഡോക്ക് ചെയ്യാൻ പറ്റാതെ വരികയും അതിൻ്റെ ഭാഗമായിട്ട് ട്രേഡിംഗ് വളരെയധികം മോശം അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഒഫീഷ്യലി ഈ ഡോക്ക് 1982 ക്ലോസ് ചെയ്തു. സാൽഫോർഡ് സിറ്റി കൗൺസിൽ 1983 മാഞ്ചസ്റ്റർ ഷിപ്പ് കനാൽ കമ്പനിയിൽ നിന്നും ഈ 200 acres വാങ്ങുന്നത്. എന്നിട്ട് അവർ റീബിൽഡ് റീബ്രാൻഡ് ചെയ്തിട്ടുള്ള പേരാണ് സാൽഫോർഡ് ക്വയസ് എന്ന് പറയുന്നത്.
ഈ കാണുന്ന ബ്രിഡ്ജിൻ്റെ പേരാണ് ലൗറി ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതങ്ങനെ പേര് വരാൻ കാരണം ഈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് നമ്മൾ നേരിട്ട് പോകുന്നത് ലൗറിയുടെ ആർട്ട് ഗാലറിയിലേക്കാണ്. ആരാണ് ലൗറി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ലൗറി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ബോൺ ആയിട്ടുള്ള ലോറൻസ് സ്റ്റീഫൻ ലൗറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ശരിക്കും ഒരു ഇൻഡസ്ട്രിയൽ ലൈഫ് സാൽഫോർഡിലും മാഞ്ചസ്റ്ററിലും എങ്ങനെയായിരുന്നു എന്നുള്ളത് ചിത്രങ്ങളിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് LS ലൗറി എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ പുള്ളിയുടെ ചിത്രത്തിന് വലിയ ശ്രദ്ധയൊന്നും കിട്ടിയിരുന്നില്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷം വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന രീതിയിൽ, വളരെ റിയാലിറ്റി തുറന്നു കാണിച്ച ഒരു കലാകാരൻ എന്ന രീതിയിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റുകയും ഇന്ന് ബ്രിട്ടനിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് LS ലൗറി എന്ന് പറയുന്നത്. ലൗറിനെ കുറിച്ച് ഓക്സ്ഫോർഡ് സിലബസിൽ ഇവിടുത്തെ പിള്ളേർക്ക് പഠിക്കാനടക്കമുണ്ട് കേട്ടോ. അപ്പോൾ ലൗറിൻ്റെ മെയിനായിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഗോയിങ് ടു വർക്ക്, ദ ഫുട്ബോൾ മാച്ച്, കമ്മിങ് ഫ്രം ദ മെൽ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് വർക്ക്സാണ് വളരെ ഫേമസ് ആയിട്ടുള്ളത്. അതിൽ ഗോയിങ് ടു ദ മാച്ചാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 360 ഡിഗ്രി ആംഗിളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇമ്മൻസീവ് ഗാലറിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോ എന്ന് പറയുന്നത്. അത് ഗോയിങ് ടു മാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൻ്റെ പിക്ചേഴ്സാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു എന്താ പറയുക, ഒരു മാറ്റ്സ്റ്റിക് സ്റ്റൈലിലാണ് ആളുകളെയൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത്. റെഡ് ബ്രിക്ക് കൊണ്ടുള്ള ബിൽഡിങ്, റെഡ് ബ്രിക്ക് കൊണ്ടുള്ള സ്ട്രീറ്റുകൾ, സ്ത്രീകൾ ഒരുപാട് പേര് ജോലിക്ക് പോകുന്നു, അങ്ങനെ ഒരു സ്റ്റൈലാണ് കംപ്ലീറ്റ് പുള്ളിക്കാരൻ്റെ ഒരു പിക്ചർ. ഇത് പുള്ളിക്കാരൻ്റെ മാത്രം ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റൈലാണ്, ഒരു വേ ഓഫ് പെയിൻറ്റിങ് ആണത്. കണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഷോയും ഈ ഗാലറിയും അല്ലെങ്കിൽ ഈ ഒരു ആർട്ട് ഗാലറി എല്ലാം കംപ്ലീറ്റ്ലി നമുക്ക് ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാ ഡേയ്സിലും ഇത് ഓപ്പണാണ്. ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറി LS ലൗറിയുടെ പിക്ചേഴ്സും ഈ ഒരു ഷോയൊക്കെ കാണണം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് കണ്ട ഇത്ര ആളൊഴിഞ്ഞ തിരക്കില്ലാത്ത ഒരു സ്ഥലമല്ല സാൽഫോർഡ് ക്വയസ് എന്ന് പറയുന്നത്. കാരണം ഇതൊരു വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. വർക്കിംഗ് ഡേയ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുക. പക്ഷെ ഒരു വീക്കെൻഡൊക്കെ ആണെങ്കിൽ ഒരുപാട് തിരക്കുള്ള ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സാൽഫോർഡ് ക്വയസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് 200 acres ആണ് കംപ്ലീറ്റ്ലി. ഇവർ പറയുന്നത് അടുത്ത 10 years കൂടി ഇതിൻ്റെ സൈസ് ഡെവലപ്പ് ആക്കാനാണ് അവരുടെ പ്ലാൻ. ഇവരുടെ കയ്യിലൊരു 4 റീജനറേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. നമ്പർ 1 എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ 3000 ന്യൂ ബിൽഡ് ഹോംസ് സാൽഫോർഡ് ക്വയസിൽ കൊണ്ടുവരണം. അതുപോലെ ക്രിയേറ്റീവ് ഫീൽഡിൽ കൂടുതൽ വർക്ക് ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരിക, കൂടുതൽ വർക്ക് സ്പേസ് ഉണ്ടാക്കിയെടുക്കുക. നമ്പർ 3 എന്ന് പറയുന്നത് ഒരു ബെറ്റർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടൊരു ന്യൂ പെഡസ്ട്രിയൻ ബ്രിഡ്ജ് ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുപോലെ ഒരു കൾച്ചറൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ ഡിസൈൻസും കൂടുതൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 10-20 വർഷം കഴിയുന്നതോടുകൂടി സാൽഫോർഡ് ക്വയസിൻ്റെ ഫേസ് കംപ്ലീറ്റ്ലി മാറും. കുറച്ചും കൂടി വലിയൊരു സാൽഫോർഡ് ക്വയസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കാണുന്നതാണ് യൂണിവേഴ്സിറ്റി ഓഫ് സാൽഫോർഡ്. ഇവിടെ എന്ന് പറയുന്നത് ഒരു 14 to 18 years ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണത്. ഇവിടെ മെയിനായിട്ട് ഇവർ പഠിപ്പിക്കുന്നത് ഫിലിം, TV, മീഡിയ, ഗെയിമിംഗ്, ജേർണലിസം, ഡിജിറ്റൽ മീഡിയ ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. ഗെയിമിങ്ങിന് വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി എന്നൊക്കെ കേട്ടപ്പോൾ എനിക്കിഷ്ടമായിട്ടോ. 14 to 18 years കുട്ടികൾക്ക് സാൽഫോർഡ് യൂണിവേഴ്സിറ്റി ഈ സാൽഫോർഡ് ക്വയസിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ട് വാട്ടർ റൈഡിനുള്ള ക്രൂയിസാണത്. 12:30 ഈ ക്രൂയിസിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സാൽഫോർഡ് ക്വയസ്. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനും കാണിക്കാനൊക്കെ ഉണ്ട്. വീട്ടിൽ പോകാൻ സമയമായി, ട്രാം എത്തി. So thanks for watching till the end of this video. Until the next video, Abe Swati here signing off from Salford Choir. See you in the next one. Don't forget to like, share, subscribe and drop a comment. Bye.